റൂത്തിൻ്റെ പുസ്തകം. ആമുഖം. യഹൂദവംശീയ അല്ലാത്തവളും മോവാബ്യരുടെ മായ റൂത്തിൻ്റെ പേരിൽ പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുക അസാധാരണമാണ്. സുഹൃദിനിയും വിശ്വസ്തയുമായ റൂത്തിനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചു. റൂത്തിൻ്റെ കർത്താവ് ഈ ഇസ്രായേൽക്കാരനല്ലായിരുന്നു. റൂത്ത് തൻ്റെ ഭർത്താവും വിധവയുമായ അമ്മായിയമ്മ നരവാമിയും ഒരുമിച്ച് മോവാബിൽ വസിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു. നവോമി ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ റൂത്ത് തൻ്റെ ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും വിശ്വസ്ത പുലർത്തിക്കൊണ്ട് അവളോടൊപ്പം ജെറുസലേമിലേക്ക് പോന്നു. ദൈവം അവളെ അനുഗ്രഹിച്ചു. വിശ്വസ്തതയ്ക്ക് അവൾ ഒരു മാതൃകയായിരുന്നു. അവിടെ അവൾ മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നയുമായ മോവാബിൻ്റെ ഭാര്യയായി. അതുവഴി അവളുടെ പേര് ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയും ഉൾപ്പെട്ടു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമായി എന്നതിൻ്റെ സൂചന അതുവഴി നമുക്ക് ലഭിക്കുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവ് ഈ യൂത്തിൻ്റെ പുസ്തകം വായിക്കുവാനും അതിൽ നിന്ന് ശക്തി സംഭരിക്കുവാനും അവസരം ലഭിച്ചതിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.